ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് ആളുകളെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കണമോ അഥവാ പർച്ചേസ് ചെയ്യിപ്പിക്കണമോ, പർച്ചേസ് ചെയ്യാൻ നമ്മളുടെ ഫണ്ട് യൂസ് ചെയ്യണമോ. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഒരുപാട് മെസ്സേജസ് വരുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യനും കൂടിയാണിത്. ഇതിന്റെ ബാക്കിൽ ആളുകൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ആളുകൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസണും കൂടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. എന്താണോ ഒഫീഷ്യലായിട്ട് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെ, എന്താണത്? നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ഫണ്ട് എടുത്തുകൊണ്ട് നമ്മളുടെ ഫ്രണ്ട്സിനെ അല്ല നമ്മുടെ ബന്ധുക്കളെ നമ്മളുടെ അടുത്ത ആളുകളെയൊക്കെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പറ്റും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഫണ്ട് യൂസ് ചെയ്തിട്ടാണെങ്കിലും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനോ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പക്ഷേ 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എത്ര പേർക്ക് ഇത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇതിനു മുമ്പ് കൊടുത്ത ഫണ്ടുകളിൽ എത്ര പേർ തിരിച്ചു തന്നിട്ടുണ്ട്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ കൊടുത്ത ഫണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുമോ? ഈ 3 ചോദ്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ റിവൈൻഡ് അടിച്ച് കേൾക്കുക. ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഉത്തരം പ്രീവിയസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിലോ യെസ് ആണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ യെസ് ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫണ്ട് കൊടുക്കാം. അതിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഒരു രീതിയിൽ അത് ബാധിക്കാനും പോകുന്നില്ല. അതല്ല, ഇതിലൊക്കെ പല രീതിയിലെ ഡൗട്ടുകൾ ഉണ്ട്. പ്രീവിയസ് ആയിട്ട് ബാഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കൊടുത്ത ഫണ്ടൊന്നും ഇതിനു മുമ്പൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകൾ, ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് എന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്കിൽ നിങ്ങൾ ഇനി ഏത് ബിസിനസ്സിലായിക്കോട്ടെ ഈ രീതിയിൽ കടം കൊടുക്കാതിരിക്കുക. കാരണം ഒരു ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ എന്താ പറയാ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരേണ്ട ഒരു കാര്യമാണ്. അതുപോലും അവർ ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിലൊക്കെ കടം വാങ്ങിച്ചിട്ടും ബാക്കിയുള്ള രീതിയിലൊക്കെയാണ് ആ ഫണ്ട് റെഡിയാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് വരുന്നതെങ്കിൽ അവർ ഈ ഒരു ബിസിനസ്സിൽ ലാസ്റ്റ് ചെയ്ത് പോകേണ്ട സാധ്യത വളരെ വളരെ കുറവാണ്. അവർക്ക് യാതൊരു രീതിയിലെ കമ്മിറ്റ്മെന്റും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓൾറെഡി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ 0 ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നതാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ 0 ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? കമ്മിറ്റ്മെന്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾക്ക് ഇവിടെ നമ്മളൊരു പണം കൊടുത്തു, അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടി. അപ്പോൾ തന്നെ എന്താണ്, നമ്മളുടെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പർച്ചേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനീഷ്യലി ഒരു സാധാരണ ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മളൊരു ഫണ്ട്, അതും ബൾക്ക് ഫണ്ട്, ഹ്യൂജ് ഫണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചിട്ട് അത് അവിടെ ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ആ ബിസിനസ് റൺ ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ലോക്കായ ഫണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉൾപ്പെടെ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ നെറ്റ്വർക്കിൽ നമുക്ക് അങ്ങനെ ലോക്കിംഗ് സിസ്റ്റമോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസിന്റെ പോസിറ്റീവ്, അങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് അവിടെ കാണിക്കും. ബൈ നമ്മളുടെ ഫണ്ട് അവിടെ ലോക്ക്ഡ് ആണ്, അത് തിരിച്ചു കിട്ടണമെങ്കിൽ അത്രയേറെ ഹാർഡ് വർക്ക് ഇടണം. പക്ഷെ നെറ്റ്വർക്കിലോ നമ്മൾ കൊടുത്ത ഫണ്ടിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടി, അവിടെ നമ്മൾക്ക് സാറ്റിസ്ഫൈയിങ് ലെവൽ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പൊ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉള്ള ഒരു ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. 0 ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു ഇനീഷ്യൽ കമ്മിറ്റ്മെന്റ് പോലും എടുക്കാത്ത കസ്റ്റമർ ആണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് കടം കൊടുത്തിട്ടാണ് അവരൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നുള്ളൂ എങ്കിൽ അങ്ങനത്തെ കസ്റ്റമറെ വേണ്ട എന്ന് വെക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അവർ ഒരിക്കലും നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയില്ല. പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടായേക്കാം. നിങ്ങളെ പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തള്ളിവിട്ടേക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാനുള്ള മറ്റൊരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് ലീഡേഴ്സിന്റെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ഇത് ചോദിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് എത്ര ഹയർ റാങ്കിലെ ലീഡേഴ്സ് ആണെങ്കിൽ പോലും ഇൻഡയറക്റ്റോ ഡയറക്റ്റ് ആയിട്ടോ പലരും ഇത് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ടീമിൽ എത്രയൊക്കെ സെയിൽ വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും അതിന്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ ലീഡേഴ്സിനും ഹ്യൂജ് ആയിട്ട് ഒരു എമൗണ്ട് ടോട്ടൽ സെയിൽസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രത്തോളം സെയിൽ കൂട്ടണം ആ രീതിയിലേ നമ്മൾ ചിന്തിക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷേ ടീമിനെ കൊണ്ട് തന്നെ ഫണ്ട് ഇറക്കിപ്പിച്ചിട്ട് സെയിൽ എടുപ്പിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അത് നല്ലൊരു രീതിയിൽ ഒരിക്കലും ചെന്ന് അവസാനിക്കുകയില്ല. എന്തായാലും മാർക്കറ്റും നമ്മുടെ കമ്പനിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടെത്തിക്കും. ഇത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ലിബിൻ ഒരു അപ്ലൈൻ ലീഡർ ആണെങ്കിൽ ലിബിന്റെ ടീമിലുള്ള ടീം ലീഡേഴ്സിനോട് അല്ലെങ്കിൽ അവർ പ്ലാൻ ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ കസ്റ്റമർക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ലിബിനിലേക്ക് ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ടീമിൽ ബാക്കിയുള്ള ഡൗൺലൈൻ പാർട്ട്നേഴ്സ് നൈറ്റ് മീറ്റിംഗിലോ മോർണിംഗ് മീറ്റിംഗിലോ ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന
സമയത്ത് അല്ലെങ്കിൽ കോളിലൂടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ലിബിൻ പറയുന്നു, നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ കടമൊക്കെ കൊടുത്തിട്ടാണ് അവർ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്ക്, അവരെന്തായാലും തന്നോളും, അവർക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവർ തന്നാൽ മതിയല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഇനീഷ്യലി ഉള്ള ഒരു സെയിലിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, അങ്ങനെ നിങ്ങൾ ഒരു ഫണ്ട് ഇറക്കിയിട്ട് അവരെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അവർ 2-3 നെഗറ്റീവും കേട്ടു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ ഒരു വിയേർഡ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുമ്പോൾ പോകുന്നത് നിങ്ങളുടെ ഫണ്ടാണ്. ലീഡർക്കും നിങ്ങൾക്കും കിട്ടേണ്ട പോർഷൻ ഓഫ് കമ്മീഷൻ അവിടെ കിട്ടി കഴിഞ്ഞു, പക്ഷേ ആ ഒരു കമ്മീഷനേക്കാൾ വലിയൊരു ഫണ്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും അതൊന്നും ചിന്തിക്കാതെ അപ്ലൈൻ ലീഡേഴ്സ് പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ട് ബൾക്കായിട്ടുള്ള രീതിയിൽ സെൽഫ് പർച്ചേസ് ചെയ്തിട്ട് ട്രാപ്പിലാകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പബ്ലിക്കിലേക്ക്, നമ്മുടെ ഫ്രണ്ട്സ് ബന്ധുക്കളിലേക്ക് പൈസ കൊടുത്തുകൊണ്ട്, നമ്മൾ തന്നെ പൈസ കൊടുത്തുകൊണ്ട് പ്രൊഡക്റ്റ് അവർക്ക് എടുപ്പിച്ചു കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്കാണ് ചെന്ന് അവസാനിപ്പിക്കുക. എൻ്റെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസിൽ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കടം കൊടുക്കുന്ന ശീലം ടീമുകളിൽ തന്നെ അപ്ലൈന് ഡൗൺലൈനോടോ, അല്ലെങ്കിൽ അപ്ലൈൻ ലീഡർ ഡൗൺലൈനോട് കടം മേടിക്കുന്ന ഒരു ശീലമോ, ഡൗൺലൈൻ ലീഡർ അപ്ലൈൻ ലീഡറോട് കടം മേടിക്കുന്ന ഒരു ശീലമോ നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കരിയറിൽ, നമ്മുടെ ടീമിൽ ഈ കടം കൊടുക്കുന്ന ഒരു പ്രവണത വന്നാൽ തന്നെ അത് അപകടകരമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്റെ കൺമുമ്പിൽ തന്നെ ഒത്തിരി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും കാര്യങ്ങളിലും നമ്മുടെ ഓൾ കേരള റൈഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഈ പറഞ്ഞ കടം കൊടുക്കൽ എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലിബിൻ എന്ന് പറയുന്ന ഡൗൺലൈൻ മെമ്പർക്ക് ലിബിന്റെ ഏതെങ്കിലും ഒരു ലീഡർ കടം തന്നു എന്ന് വിചാരിക്കുക. ആ ലീഡർക്കും ഫണ്ടിന് ഒരു അത്യാവശ്യം ഒരു ഡേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഡേറ്റ് ആകുന്ന സമയത്ത് ഈ അപ്ലൈൻ ലീഡർ ലിബിനോട് ചോദിക്കും, ലിബിനെ ഫണ്ടായോ, കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കും. അപ്പൊ ലിബിൻ പറ ഓക്കെ, നെക്സ്റ്റ് ഡേ തരാം. അപ്പൊ മേ ബി അടുത്ത ദിവസം കൊടുക്കാൻ വേണ്ടി പറ്റില്ലെങ്കിൽ ലിബിൻ അങ്ങടേക്ക് മെസ്സേജ് അയച്ചേക്കാം, ഒരു 1 വീക്ക് ഒന്ന് ഡിലേ ആവട്ടോ. അപ്പോഴും അപ്ലൈൻ ലീഡർ എന്താണ്, സ്വന്തം ടീമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നിന്നേക്കാം. പക്ഷെ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഡേറ്റ് മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്ലൈൻ ലീഡർക്ക് ആ ഒരു ഫണ്ടിന്റെ അത്യാവശ്യം വരികയും, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ ബാധിക്കാത്ത ഫണ്ടാണ് കൊടുക്കാം, പക്ഷെ എത്ര പേർക്ക് അത് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യുക. അപ്പൊ കുറെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അപ്ലൈൻ ലീഡർ ഈ ചോദിക്കുന്നതിന്റെ ഫ്രീക്വൻസി ലെവൽ കൂട്ടും. പിന്നീട് കോളുകൾ വരുന്നത് ടീമിന്റെ കാര്യങ്ങളും ടീമിന്റെ വിശേഷങ്ങളും അന്വേഷിച്ചിട്ടല്ല അപ്ലൈൻ ലീഡർ വിളിക്കുക. നേരെ മറിച്ച് ഈ കടം എന്തായി, കടം കൊടുത്തത്, ഈ ഫണ്ട് എപ്പോൾ കിട്ടുന്നുള്ള രീതിയിലേക്കാണ് ആ കോൾ ഡൈവേർട്ട് ചെയ്ത് മാറുക. അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. അപ്പൊ അത് ഈ ഡൗൺലൈൻ മെമ്പർക്കും അറിയാം, ലീഡർ വിളിക്കുന്നത് എന്തിനാ, പൈസ ചോദിച്ചിട്ടാണ്, അദ്ദേഹത്തിന് കൊടുത്ത കട തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ ഒരു ഡൗൺലൈൻ ലീഡർക്ക് മനസ്സിലാവും, അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മാക്സിമം ആ കോൾ അവോയ്ഡ് ചെയ്യും. അപ്പൊ എന്റെ ത്രൂ ഉള്ള ടീമിന്റെ അപ്ഡേഷൻസ് ഒന്നും അവിടെ എത്താത്ത അവസ്ഥ വരും, ഞാൻ ആക്റ്റീവ് ആവാത്ത അവസ്ഥ വരും, ഞാൻ ഈ ലീഡറിന്റെ അടുക്കുന്ന സ്കിപ്പ് ചെയ്ത് പോകുന്ന അവസ്ഥ വരും. നെറ്റ്വർക്കിൽ അതൊരിക്കലും പോസിബിൾ അല്ല, അല്ലെ? ഒരു ടീം ഡെവലപ്മെന്റിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതാ പറഞ്ഞത്, ഫണ്ടിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഇത് നേരെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടീമിൽ ഡൗൺലൈൻ പാർട്ട്നേഴ്സ് അപ്ലൈന് കടം കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥ ഇതേ നേരെ ഉൾട്ട തിരിച്ചായിട്ടുള്ള ഒരു അവസ്ഥയും കൂടി ഉണ്ട്. വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നേരത്തെ പറഞ്ഞ മാറ്റർ എന്താണോ അതുപോലെ തന്നെയാണ് കോൾ വിളിക്കുമ്പോൾ അപ്ലൈൻ എടുക്കാത്ത അവസ്ഥ, കാര്യങ്ങൾ ഗോൾഡുകൾ കൊടുത്തിട്ടുള്ള അവസ്ഥ, പല രീതിയിൽ ചീറ്റ് ചെയ്ത് പോയ അവസ്ഥ, പിന്നീട് കേസ് കൊടുത്തെന്ന് പറയുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ട്. നെറ്റ്വർക്കിലെ ചില ടീമിലെങ്കിലും നടക്കുന്ന റിയൽ കാര്യങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ വളരെ വിയേർഡായിട്ടുള്ള രീതിയിൽ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താണ്, ഇതെന്തിനാണ് നിങ്ങൾ തുടങ്ങി വെക്കുന്നത്? നിങ്ങൾ തുടങ്ങി വെക്കുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നതും പിന്നീട് അങ്ങോട്ടേക്ക് ഇഷ്യൂസ് ആവുന്നതും ടീമിനെ തന്നെ കൊളാപ്സ് ചെയ്ത് പോകുന്നതും. അപ്പൊ ഇത് ചെയ്യാതിരിക്കുക, കടം കൊടുക്കാതിരിക്കുക പരസ്പരം എന്നുള്ളതാണ് നെറ്റ്വർക്കിൽ നമ്മൾ പാലിക്കേണ്ട ഒരു സാമാന്യ ഫൈനാൻഷ്യൽ റൂളായിട്ട് ഞാൻ കണക്കാക്കുന്ന കാര്യം. കാരണം എന്റെ എക്സ്പീരിയൻസിൽ അതിനെ കൊണ്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത ആരും തന്നെ ഇല്ല. ഏറ്റവും കൂടുതൽ എല്ലാ രീതിയിലും കേട്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷനിലേക്കാണ് എത്തിക്കുന്ന കഥകളാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ വേറെ കുറച്ച് കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായേക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് മൈ സജഷൻ ഈസ്, ഈ പറഞ്ഞിരിക്കുന്ന കടം ടീമിൽ ഒഴിവാക്കുക.